മിനിമം 4000 മുതൽ 6000 വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരളത്തിനെ സജ്ജമാക്കുകയാണ്. എനിക്ക് വയ്യ. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അപ്പോ ഇനി നേരിട്ട് തന്നെ കൈകൊടുക്കൽ ഉടൻ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കും. പിന്നെ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാട് മുൻ MLA ഓഫീസായിരിക്കും. വിശ്വാസം നല്ല ഇങ്ങനെ ഊമ്പിത്തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ. DCC ഓഫീസിൽ ഞാൻ പോകും, ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും, UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഇന്നും നാളെയായിട്ട് കൃത്യമായ വിലയിരുത്തൽ വരുമ്പോൾ ആ ഓഫീസ് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ UDF-ന്റെ ഓഫീസിലേക്കും ഞാൻ പോകും. UDF-ന്റെ ലീഡ് 4980, കഷ്ടിച്ച് 20 വോട്ടിന്റെ വ്യത്യാസം മാത്രം 5000 വോട്ടിന്റെ ലീഡിലേക്ക്. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാകാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയാണ്. നീ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ പതുങ്ങിയിരിക്കുകയായിരുന്നു. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേഴ്സ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലും ഞങ്ങള് ഇത്തവണ പാലക്കാട് വിജയിക്കും. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. 1 ഇഞ്ച് പോലും പുറകോട്ടില്ല. ഞാനിത് രേഖപ്പെടുത്തി വെക്കുവേ. പിന്നെന്താ, വിത്ത് പ്ലഷർ. ഇത് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദ പ്രകടനം. ഷാഫി പറമ്പിൽ കേക്ക് മുറിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായിട്ട് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. തിരിച്ചുവരവ് സാധിക്കാത്ത മണ്ഡലമൊന്നുമല്ല പാലക്കാട്. ഞങ്ങൾക്കിത് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ അടുത്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വേദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ മാറ്റും. ഉറപ്പായിട്ടും അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന് 28 ആണെങ്കിൽ 35 സീറ്റോട് കൂടിയിട്ട് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും അടുത്തുള്ള പഞ്ചായത്തുകളിലും ഭരണം പിടിക്കാനുള്ള ഒരു തുടക്കം ഞങ്ങൾ ഉടനെ തന്നെ ആവും. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ? ചേലക്കരയിൽ UDF വിജയിക്കാൻ പോകുന്നത് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളത് ന്യൂസ് 18 പ്രേക്ഷകർ കൂടി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ന്യൂസ് 18 അതുകൂടി പ്രഖ്യാപിക്കണം എന്നൊരു ചലഞ്ച് മുന്നോട്ട് വയ്ക്കും. പ്രദീപിന് 60,246 വോട്ടുകളാണ് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. UR പ്രദീപ് വിജയിച്ചിരിക്കുന്നു. 12,667 വോട്ടാണ് 12 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ UR പ്രദീപിന് കിട്ടുന്ന ലീഡ്. അതൊരു അപരാജിത ലീഡ് തന്നെയാണ്. പരാജയപ്പെട്ട ചേലക്കരയിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് സെന്ററിൽ നിന്ന്, കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ്. രമ്യ ഹരിദാസ് പിന്നെ പരാജയപ്പെടുന്നതിന്റെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രാഷ്ട്രീയമാകുമ്പോ തോൽവിയും ജയമൊക്കെ പതിവാണ്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.